ഇന്നത്തെ യുദ്ധങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു കാലത്ത് യുദ്ധം ജയിച്ചത് വലിയ ടാങ്കുകളും യുദ്ധവിമാനങ്ങളും ആയിരുന്നു. പക്ഷേ ഇന്ന് ചെറിയതും വില കുറഞ്ഞതുമായ ഒരു ഡ്രോൺ പോലും ഒരു സൈനിക താവളത്തെ നിമിഷങ്ങൾക്കുള്ളിൽ നശിപ്പിക്കാം. ലോകത്തെ ഞെട്ടിച്ച ഒരു ആയുധമാണ് ഇറാന്റെ ഷഹീദ് 136 കാമിഗാസി ഡ്രോൺ. യുക്രൈൻ യുദ്ധത്തിൽ ഇത് റഷ്യ ഉപയോഗിച്ചപ്പോൾ ലോകം ഒരു കാര്യമാണ് മനസ്സിലാക്കിയത്: വില കുറഞ്ഞ ഡ്രോണുകൾ പോലും ഒരു രാജ്യത്തിൻ പ്രതിരോധ സംവിധാനത്തെ തളർത്താം. പക്ഷേ ഇതിന് ഇന്ത്യയുടെ മറുപടി എന്താണ്? അതാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ശേഷ്നാഗ് 150 ഇന്ത്യ വികസിപ്പിച്ച ഒരു പുതിയ തലമുറ AI ബേസ്ഡ് കാമക്കാസി ഡ്രോൺ. ഇറാൻ വികസിപ്പിച്ച ഷഹീദ് 136 ഒരു സാധാരണ ഡ്രോൺ അല്ല. ഇത് ഒരു ലോയ്റ്ററിംഗ് മ്യൂണിഷൻ ആണ്. അതായത് ലക്ഷ്യം കണ്ടെത്തും വരെ ആകാശത്ത് പറന്നുകൊണ്ടിരിക്കുകയും പിന്നീട് നേരിട്ട് ഇടിച്ചു പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്ന ഒരു ചാവേർ ഡ്രോൺ. ഇതിന്റെ പ്രധാന പ്രത്യേകതകൾ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. റേഞ്ച് ഏകദേശം 2000 മുതൽ 2500 കിലോമീറ്റർ, സ്പീഡ് ഏകദേശം മണിക്കൂറിൽ 180 കിലോമീറ്റർ, വാർഹെഡ് 30 മുതൽ 40 വരെ കിലോ, എക്സ്പ്ലോസീവ് കോസ്റ്റ് ഏകദേശം $20,000 മുതൽ $40,000. ഇതിലെ ഏറ്റവും വലിയ തന്ത്രം എന്താണെന്ന് അറിയാമോ? ഇത് വില കുറഞ്ഞതാണ്. ഇത് തകർക്കാൻ ഉപയോഗിക്കുന്ന പേട്രിയറ്റ് അല്ലെങ്കിൽ നാസംസ് മിസൈലുകൾ. ഒരു മിസൈലിന് ചിലപ്പോൾ $1 മില്യൺ വരെ വില വരാം. അതിനർത്ഥം $20,000 വിലയുള്ള ഒരു ഡ്രോൺ $1 മില്യൺ വിലയുള്ള മിസൈൽ ഉപയോഗിച്ച് തകർക്കണം. ഇതിനെ കോസ്റ്റ് അംബാലൻസ് വാർഫെയർ എന്നാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള യുദ്ധതന്ത്രങ്ങളെ മനസ്സിലാക്കി ഇന്ത്യയും സ്വന്തം അഡ്വാൻസ് കാമക്കാസി ഡ്രോൺ വികസിപ്പിക്കാൻ തുടങ്ങി. അതാണ് ശേഷ്നാഗ് 150. ബംഗളൂരു ആസ്ഥാനമായുള്ള ന്യൂ സ്പേസ് റീസർച്ച് ആൻഡ് ടെക്നോളജീസ് എന്ന ഇന്ത്യൻ സ്റ്റാർട്ടപ്പാണ് ഇത് വികസിപ്പിച്ചത്. ഈ കമ്പനിക്ക് ഇന്ത്യൻ സൈന്യത്തോടൊപ്പം നിരവധി AI ഡ്രോൺ സ്വാം പ്രോജക്ട്സ് ഉണ്ട്. ശേഷ്നാഗ് 150ന്റെ പ്രധാന പ്രത്യേകതകൾ ഇവയാണ്: റേഞ്ച് 1000 കിലോമീറ്ററിന് മുകളിൽ, അൻഡ്യോറൻസ് ഏകദേശം 4 മുതൽ 5 മണിക്കൂർ, ആക്യുറസി ഏകദേശം 5 മീറ്റർ സാപ്പ്, പേലോഡ് ഉയർന്ന ശേഷിയുള്ള പ്രിസിഷൻ വാർഹെഡ്, മിഷൻ ടൈപ്പ്, ലോയ്റ്ററിംഗ് അറ്റാക്ക്. അതുമാത്രമല്ല, ഇതൊരു സാധാരണ ഡ്രോൺ അല്ല, ഇത് AI പവർഡ് സ്മാർട്ട് ഡ്രോൺ ആണ്. ഷഹീദ് വേഴ്സസ് ശേഷ്നാഗ് പ്രധാന വ്യത്യാസങ്ങൾ ഇപ്പോൾ വലിയ ചോദ്യം. ഷഹീദ് 136നേക്കാൾ ശേഷ്നാഗ് 150 എങ്ങനെ വ്യത്യസ്തമാണ്? സ്മാർട്ട് സ്വാം ടെക്നോളജി. ഷഹീദ് ഡ്രോണുകൾ സാധാരണയായി പ്രീ പ്രോഗ്രാം ഫ്ലൈറ്റ് പാത്ത് പിന്തുടരുന്നു. പക്ഷേ ശേഷ്നാഗ് 150 ഉപയോഗിക്കുന്നത് ഡ്രോൺ സ്വാം ടെക്നോളജിയാണ്. അതായത് പല ഡ്രോണുകൾ ഒരുമിച്ച് പറക്കും, ഒന്നിന് കിട്ടുന്ന വിവരങ്ങൾ മറ്റുള്ളവയുമായി പങ്കുവെക്കും. ഇത് യുദ്ധത്തിൽ വളരെ വലിയ മുൻതൂക്കം നൽകുന്നു. GPS ഇല്ലെങ്കിലും ലക്ഷ്യം കണ്ടെത്താം. ഷഹീദ് ഡ്രോണുകൾ പ്രധാനമായും GPS നാവിഗേഷൻ ആണ് ഉപയോഗിക്കുന്നത്. പക്ഷേ യുദ്ധത്തിൽ ശത്രു GPS ജാം ചെയ്താൽ അവിടെ ശേഷ്നാഗ് 150ന് വലിയ മേന്മയുണ്ട്. ഇത് ഉപയോഗിക്കുന്നത് വിഷ്വൽ നാവിഗേഷൻ, AI ടാർഗറ്റ് റെക്കഗ്നിഷൻ, ടെറൈൻ മാപ്പിംഗ്. അതായത് GPS ഇല്ലെങ്കിലും ലക്ഷ്യം കണ്ടെത്താൻ കഴിയും. മിഡ് കോസ്റ്റ് ടാർഗറ്റ് ചേഞ്ച്. ഷഹീദ് 136 ലോഞ്ച് ചെയ്ത ശേഷം ലക്ഷ്യം മാറ്റാൻ സാധിക്കില്ല. പക്ഷേ ശേഷ്നാഗ് 150 ഓപ്പറേറ്റർക്ക് പുതിയ ടാർഗറ്റ് അസൈൻ ചെയ്യാം, അറ്റാക്ക് ക്യാൻസൽ ചെയ്യാം, മറ്റൊരു ടാർഗറ്റ് ലോക്ക് ചെയ്യാം. ഇത് മോഡേൺ ബാറ്റിൽഫീൽഡ് ഫ്ലെക്സിബിലിറ്റി നൽകുന്നു. ഇത് ഇന്ത്യയ്ക്ക് എന്തുകൊണ്ട് പ്രധാനമാണ്? കാരണം ഇന്ത്യയ്ക്ക് 2 വലിയ സൈനിക വെല്ലുവിളികളുണ്ട്: പാകിസ്ഥാൻ, ചൈന അതിർത്തിക്ക് അപ്പുറമുള്ള ടെററിസ്റ്റ് ക്യാമ്പ്സ്, മിലിറ്ററി ഡെപ്പോസ്, റേഡാർ സിസ്റ്റംസ്. ഇവയെല്ലാം ഇനി പൈലറ്റുകളെ അപകടത്തിലാക്കാതെ തന്നെ ദൂരെ നിന്ന് ആക്രമിക്കാൻ കഴിയും, പ്രത്യേകിച്ച് ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയാസ് ലൈക്ക് ലഡാക്ക്. ഇവിടെ ഡ്രോണുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ലോകത്തിലെ പല സൈന്യങ്ങളും ഇപ്പോൾ ഒരു കാര്യമാണ് തിരിച്ചറിഞ്ഞത്: ഫ്യൂച്ചർ വാർസ് വിൽ ബി ഫോട്ട് ബൈ ഡ്രോൺസ്. യുക്രൈൻ യുദ്ധം ഇതിനകം തന്നെ അത് തെളിയിച്ചിട്ടുണ്ട്. ചീപ്പ് ഡ്രോൺസ്, AI ഡ്രോൺസ്, സ്വാം അറ്റാക്സ് ഇവയാണ് ഇനി യുദ്ധഭൂമിയിലെ പ്രധാന ആയുധങ്ങൾ. ശേഷ്നാഗ് 150 ഇപ്പോഴും വികസന ഘട്ടത്തിലാണ്. പക്ഷേ ഇത് വിജയകരമായി സൈന്യത്തിൽ പ്രവേശിച്ചാൽ ഇന്ത്യയുടെ ഡ്രോൺ വാർഫെയർ കേപ്പബിലിറ്റി വലിയ രീതിയിൽ ഉയരും. ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യ സ്വന്തം അഡ്വാൻസ് വെപ്പൺസ് നിർമ്മിക്കുന്നത് ഒരു വലിയ മുന്നേറ്റമാണ്. ഭാവിയിൽ ലോകം ഇന്ത്യൻ ഡ്രോണുകൾ വാങ്ങുന്ന കാലവും ദൂരെയല്ല. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? ഷഹീദ് 136 ആണോ ശക്തൻ, അല്ലെങ്കിൽ ശേഷ്നാഗ് ആണോ ഭാവി? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ എഴുതൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത ഒരു പുതിയ ഡിഫൻസ് സ്റ്റോറിയുമായി വീണ്ടും കാണാം.